നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സഹകരണ ഗാഥ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹസ്വാഗതം. സഹകരണ ഗാഥ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം www.sakagari.org എന്ന വെബ്സൈറ്റിൻ്റെ ഉള്ളടക്കങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം കേരളത്തിലെ സഹകാരികളുടെ സംരംഭങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നത് കൂടിയാണ്. നമ്മുടെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് അംഗങ്ങൾ എന്ന നിലയ്ക്കോ നിക്ഷേപകർ എന്ന നിലയ്ക്കോ വായ്പക്കാർ എന്ന നിലയ്ക്കോ ബന്ധപ്പെട്ടിട്ടുള്ള സഹകാരികളുടെ നൂതനമായ സംരംഭങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, അവരുടെ വിജയമന്ത്രങ്ങൾ എന്നിവ പൊതുസമൂഹത്തെ അറിയിക്കുക, അതുവഴി അവർക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശം കൂടി ഈ യൂട്യൂബ് ചാനലിനുണ്ട്. അങ്ങനെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് ഈ സഹകരണ ഗാഥ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് സഹകാരി സമൂഹം, പുതിയ സഹകാരികൾ അവരുടെ സംരംഭങ്ങളെക്കുറിച്ചുള്ള ആകർഷകമായ വീഡിയോ ലഭ്യമാക്കിയാൽ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ വഴി പ്രസിദ്ധീകരിക്കാൻ പറ്റും. നമ്മൾ www.sakagari.org എന്ന വെബ്സൈറ്റിൻ്റെ ഉള്ളടക്കങ്ങളെ പരിചയപ്പെടുത്തുന്ന 4 വീഡിയോകൾ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് 5ാമത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ വെബ്സൈറ്റിലെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ലിങ്കിൻ്റെ അതിൽ ആകെ 8 ഉള്ളടക്കങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 4 നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇവിടെ നമ്മൾ അതിനുശേഷം വരുന്ന, അതായത് അവസാനം വരുന്ന 4 ഇനങ്ങൾ: മിസ്സലേനിയസ് ഫോംസ്, ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോർണർ, പോയിന്റ്സ് ടു റിമെമ്പർ, ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഇവയെ സംബന്ധിക്കുന്ന ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഒരു അപേക്ഷയുണ്ട്. ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വീഡിയോയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പ്രവേശിക്കാം. Sakagari.org വെബ്സൈറ്റിലെ റിസോഴ്സ് പരിചയപ്പെട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡൗൺലോഡ്സ് എന്ന ലിങ്കിലുള്ള ആദ്യത്തെ 4 ഇനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അടുത്തത് മിസ്സലേനിയസ് ഫോംസ്, ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോർണർ, പോയിന്റ്സ് ടു റിമെമ്പർ, ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ എന്നീ ഇനങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം വരുന്നത് മിസ്സലേനിയസ് ഫോംസ്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലെയും ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാര് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ട നിരവധി ഫോമുകളുണ്ട്. അവയെല്ലാം നമ്മളിവിടെ സമാഹരിച്ചിട്ടുണ്ട്. ഈ ഫോമുകൾക്ക് നമുക്ക് ജസ്റ്റ് ഈ ലിങ്കിൽ കയറി ആവശ്യമായ ഫോം കണ്ടെത്തി ക്ലിക്ക് ചെയ്യാൻ മാത്രം മതി. സ്വർണ്ണപ്പണയ പരിശോധനയുണ്ട്, LTC സംബന്ധമായവയുണ്ട്, സംഘങ്ങളിലെ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർമാരുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ നമ്മുടെ FT റെസീറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ മുദ്രപത്രത്തിൽ ഒരു എഗ്രിമെന്റ് വെച്ച് വേണം ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട്. അതിനുള്ള എഗ്രിമെന്റിന്റെ ഫോം ഉണ്ട്. ഇങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സംബന്ധമായിട്ടുള്ളതുണ്ട്. പിന്നെ മെമ്പർ റിലീഫ് ഫണ്ട് സംബന്ധമായിട്ടുള്ള വിവിധ അപേക്ഷകൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ LPC, അതിൻ്റെ ഫോമുണ്ട്. LSO, ലോൺ സാങ്ഷൻ ഓർഡറിന്റെ ഫോം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുതുതായിട്ട് സഹകരണ സ്ഥാപനങ്ങൾ നിയമിതരാകുന്ന ഉദ്യോഗസ്ഥരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ എന്നുള്ള അനക്ഷർ 1 ഫോമുണ്ട്. പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സംബന്ധമായിട്ടുള്ള ഫോമുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആവശ്യം കൈകാര്യം ചെയ്യേണ്ട വിവിധ ഫോമുകളുടെ ബ്ലാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സഹകരണ ഗീതം, അതുപോലെ സഹകരണ പ്രതിജ്ഞ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ഭരണഭാഷാ പ്രതിജ്ഞയെല്ലാം ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ക്ലെയിം നോട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ, ചെക്ക് മെമ്മോ ഫോർ GDCS, നമ്മുടെ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ, സർപ്രൈസ് ഇൻസ്പെക്ഷൻ. ഇപ്പൊ നമ്മുടെ സെമ വന്നുകൊണ്ട് അതൊക്കെ ഒഴിവായിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള, പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനുള്ള ഫോമുകൾ, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ്, ഇവയെല്ലാം, അതുപോലെ പുതിയ സ്ഥാപനം, പുതിയ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം നമ്പർ 1 അപേക്ഷ ഫോം, ഇതെല്ലാം നമുക്ക് ഈ മിസ്സലേനിയസ് ഫോംസ് എന്നുള്ള ലിങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്.
ഇനി വരുന്നത് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോർണർ. സഹകരണ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ആയിട്ട് ബന്ധപ്പെട്ട അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകളെല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ TA തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ മുൻ അഡീഷണൽ രജിസ്ട്രാർ ആയിരുന്ന ശ്രീ ജയദേവൻ സാർ തയ്യാറാക്കി തന്നുള്ള ഫോമുകൾ DCB കാൽക്കുലേറ്റർ ഉണ്ട്. അവയെല്ലാം അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തയ്യാറാക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ശ്രീ ജയേഷ് MJ തയ്യാറാക്കിയ EC പ്രോഗ്രാം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള ജൂനിയർ ഇൻസ്പെക്ടർ ഓഡിറ്റർ കേഡറുള്ളതും സീനിയർ ഇൻസ്പെക്ടർ ഓഡിറ്റർ കേഡറുള്ളതുമായിട്ടുള്ള ഫോമുകൾ PDF-ഉം അല്ല വേർഡ് ഫോമുകൾ സർക്കുലർ നമ്പർ 51/2022 അനുശാസിക്കും പ്രകാരമുള്ള ഫോമുകളാണ് ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. TA ക്ലെയിം ചെയ്യാനുള്ളതുണ്ട്. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിനുള്ള ഫോമുണ്ട്. ഇങ്ങനെ സഹകരണ സ്ഥാപനങ്ങളിലെ സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് ആവശ്യമായ ഫോമുകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി സ്വന്തമാക്കുമ്പോൾ ആർജിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള സാങ്ഷനുള്ള അപേക്ഷാ ഫോമുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യം ഉപയോഗിക്കേണ്ട ഫോമുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് വിവിധ കാലഘട്ടങ്ങളിലെ യൂണിഫൈഡ് സീനിയോറിറ്റി ലിസ്റ്റ് പ്രൊവിഷണൽ ഉണ്ട്, ഫൈനൽ ഉണ്ട്. ഇതെല്ലാം അവിടെ വിപുലമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ റിട്ടയർമെന്റ് ലിസ്റ്റ് സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ റിട്ടയർമെന്റ് ലിസ്റ്റ് നമ്മൾ ഇവിടെ തയ്യാറാക്കി ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് വളരെ ആധികാരികമായ റിട്ടയർമെന്റ് ലിസ്റ്റാണ്. ഇത് തയ്യാറാക്കി തന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരുള്ള ഒരു ഇൻസ്പെക്ടറായ ശ്രീ റഷീദ് ER ആണ് ഈ സംരംഭത്തിന് മുൻകൈ എടുത്തത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ വിവിധ കാലഘട്ടങ്ങളിൽ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഈ ലിങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോർണർ എന്നുള്ള അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അടുത്തത് പോയിന്റ്സ് ടു റിമെമ്പർ ആണ്. അതിനുശേഷം വരുന്ന ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ എന്നുള്ള ഒരു ലിങ്കാണ്. ഈ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ ലിങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധ ഫോമുകളുടെ ബ്ലാങ്ക് നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ അന്യായമുണ്ട്, സമൺസ് ഉണ്ട്, കേസ് ഡയറി, പിന്നെ അഫിഡവിറ്റ്, അതുപോലെ പിന്നെ അവാർഡിന്റെ പകർപ്പ്, പിന്നെ വരുമ്പോൾ എക്സിക്യൂഷൻ ഓഫ് അവാർഡ്, എക്സിക്യൂഷൻ പെറ്റീഷന്, EA ഡിമാൻഡ് നോട്ടീസ്, ജപ്തി കണക്ക്, പിന്നെ ഓർഡർ ടു അറ്റാച്ച് സാലറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോം നമ്പർ 12 നമ്മുടെ സിവിൽ കോടതി വഴിയോ കളക്ടർ വഴിയോ വിധി നടപ്പിലാക്കാനുള്ള താല്പര്യമുള്ളവർക്ക് ഫോം നമ്പർ 12 വേണം വിധിക്ക് അപേക്ഷിക്കാനായിട്ട്. അതിൻ്റെ ഫോമുണ്ട്. അതുപോലെ ലേലപ്പരസ്യമുണ്ട്. പിന്നെ നമ്മൾ എക്സിക്യൂഷന് മുമ്പ് പോലീസിന്റെ സംരക്ഷണം വേണം, അതിനുള്ള റിക്വസ്റ്റിന്റെ മോഡലുണ്ട്. ലേല ഡയറി ഉണ്ട്. പിന്നെ ഫോം നമ്പർ 9 റിക്വസിഷൻ ടു ഇഫക്ട് ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ലോണി ഇഷ്യൂഡ് ബൈ സെക്യൂരിറ്റി ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സാലറി റിക്കവറിക്കുള്ള ഫോമാണത്. അതുപോലെ എവിക്ഷൻ നോട്ടീസ്, നമ്മൾ വസ്തു ലേലം കഴിഞ്ഞിട്ട് അതിന്റെ കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എവിക്ഷൻ നോട്ടീസ് കൊടുക്കണം, അതിന്റെ ഫോമുണ്ട്. പിന്നെ കണ്ടീഷണൽ അറ്റാച്ച്മെന്റ്, അതിനുള്ള ഫോമുകൾ. ഇവയെല്ലാം നമുക്ക് ഈ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ എന്നുള്ള ലിങ്കിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ വരുന്ന അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി വരുന്ന പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ്. നമുക്ക് നമ്മുടെ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികമായ ലേഖനങ്ങൾ നമുക്ക് ഈ പോയിന്റ്സ് ടു റിമെമ്പർ എന്നുള്ള ഈ ലിങ്കിൽ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിലവിൽ ജോലി ചെയ്യുന്നവരും മുമ്പ് ജോലി ചെയ്തതിനുമായ ഉദ്യോഗസ്ഥർ അവരുടെ തിരക്കുകൾക്കിടയിൽ കിട്ടിയ സമയം വിനിയോഗിച്ചുകൊണ്ട് അവര് ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അത് നമ്മുടെ ലേണിങ്ങിന് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതി വാർഷിക സ്റ്റോക്ക് പരിശോധന നടത്തും. അത് നടത്തുമ്പോൾ എപ്രകാരം ചെയ്യണം, എന്തൊക്കെ പോയിന്റ്സ് ശ്രദ്ധിക്കണം എന്ന് സംബന്ധിക്കുന്ന ലേഖനമുണ്ട്. അത് തയ്യാറാക്കി തന്നിരിക്കുന്നത് ശ്രീ ജോൺസൺ CJ, അതുപോലെ ശ്രീ ജയദേവൻ NM സാറ്, ശ്രീ പ്രിയേഷ് CP, അതുപോലെ രവീന്ദ്ര KS, അവര് തയ്യാറാക്കി തന്ന ഒരു ലേഖനമാണ്.
നമ്മുടെ സഹകരണ നിയമത്തെയും ചട്ടത്തെയും സംബന്ധിക്കുന്ന ഒരു ടേബിൾ, അതായത് ഓരോ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഏതൊക്കെയാണ്, പെട്ടെന്ന് നമുക്ക് ഈസി റെഫറൻസിന് ഉപയോഗിക്കാവുന്ന ടേബിള് നമ്മുടെ കുഞ്ഞുമോൻ ഓജോ എന്ന് പറയുന്ന നമ്മുടെ മുകുന്ദപുരത്തെ റിട്ടയർഡ് ഇൻസ്പെക്ടറാണ്, അദ്ദേഹം തയ്യാറാക്കി തന്നതാണ്. പിന്നെ അങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ, പിന്നെ സ്റ്റോർ പർച്ചേസ് മാനുവല്, അത് ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ആൾ തയ്യാറാക്കി തന്നിരിക്കുന്നതാണ്, ശ്രീ പി സലീം എന്ന് പറഞ്ഞ അദ്ദേഹം. അതുപോലെ ജീവനക്കാരുടെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഗവൺമെന്റ് വെഹിക്കിൾസിന്റെ ഉപയോഗം സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസ്, ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓഡിറ്റ് മാനുവൽ പാർട്ട് 1, 2 and 3 ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോൾ മുന്നോട്ട് പോകുമ്പം നമുക്കൊരു മോഡൽ ബൈലോ സഹകരണ സ്ഥാപനത്തിന്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന റോബിൻ സാമുവൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ജൂനിയർ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം വിവിധ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന ലേഖനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ വിവിധ ഹെഡിങ്ങുകളായിട്ട് ബന്ധപ്പെട്ട് നാളെ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന സർക്കുലറുകളും ഗവൺമെന്റ് ഓർഡറുകളൊക്കെ സമാഹരിച്ച് ഒറ്റ ഒരു ഫയലായിട്ട് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ KV ജയേഷ്, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹം തയ്യാറാക്കിയ ലേഖനം സഹകരണ സംഘ ജീവനക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ, ചട്ടം 198. പിന്നെ അവരുടെ ശമ്പള നിർണയം, ഫിക്സേഷൻ ഓഫ് പേ ഓൺ ഡിഫറെന്റ് ഒക്കേഷൻസ്, അതുകൊണ്ട് അതുപോലെ ചെക്ക് ലിസ്റ്റ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ലോൺ ഫയൽ, വസ്തു ഇടുമേലുള്ള വായ്പാ ഫയൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കാറുണ്ട് തുടങ്ങിയ ഒത്തിരി ലേഖനങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ്, നമ്മുടെ മോഹൻദാസ് ടി എന്ന് പറയുന്ന ജൂനിയർ ഇൻസ്പെക്ടർ തയ്യാറാക്കിയിരിക്കുന്ന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ, ഓഡിറ്റ് നോട്ട് തയ്യാറാക്കുന്ന പ്രാക്ടിക്കൽ അപ്രോച്ച് എങ്ങനെ സമീപിക്കണം എന്നുള്ള സംഭവമുണ്ട്. എസ്റ്റാബ്ലിഷ് സംബന്ധമായിട്ടുള്ള പ്രത്യേകത, ഇതെല്ലാം ഉൾപ്പെടുന്ന ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ റിട്ടയർഡ് ശ്രീ വി വിനോദ് കുമാർ തയ്യാറാക്കിയ സർവീസ് ബുക്ക് ഓഫ് കോപ്പറേറ്റീവ് എംപ്ലോയീസ്, അമെൻമെന്റ് കേസസ് ആക്ട്, അത് സംബന്ധമായിട്ട് ഇറങ്ങിയ പ്രധാനപ്പെട്ട പോയിന്റ്സ് ശ്രദ്ധിക്കാനുള്ളതുണ്ട്. ടീം ഓഡിറ്റ് സംബന്ധമായിട്ടുള്ള അതിന്റെ പ്രത്യേകതകൾ സംബന്ധമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ ശ്രീ രവീന്ദ്രൻ KV തയ്യാറാക്കി തന്നിരിക്കുന്ന ചെക്ക് പോയിന്റ്സ് ഫോർ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ഓഡിറ്റ്, നമുക്ക് ഇപ്പൊ പല ബാങ്കുകളിലൊക്കെ ATM മെഷീൻ ഉണ്ട്, അപ്പൊ അത് സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നിരവധി ആൾക്കാരുടെ ലേഖനങ്ങൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോകും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മോഡൽ IT പോളിസി. നമ്മുടെ സഹകരണ സ്ഥാപനം നിർബന്ധമായിട്ട് വേണ്ട സംഭവമാണ് IT പോളിസി. ഈ IT പോളിസി സംബന്ധമായിട്ട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി SEBയുടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി അശ്വതി PP-യും ആ ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ ജനീഷ് PJ, അവിടുത്തെ കോഴിക്കോട് നിന്നുള്ള ഓഡിറ്റർ ശ്രീ പ്രതീഷ് ബാബു എന്നിവർ ചേർത്ത് തയ്യാറാക്കിയ ഒരു മോഡൽ IT പോളിസി നമുക്ക് ലഭ്യമാണ്. അങ്ങനെ നമ്മുടെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് പോയിന്റ്സ് ടു റിമെമ്പർ എന്നുള്ള ഒരു ലിങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം സമയമെടുത്ത് പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വകുപ്പിലെ പ്രവർത്തനങ്ങൾ നമുക്ക് കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഡൗൺലോഡ്സ് എന്നുള്ള ആ ലിങ്കിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അവസാനത്തെ 4 ഐറ്റങ്ങൾ. ഓക്കെ, താങ്ക് യു.